നമസ്കാരം. ഒരു പോപ്പിന്റെ മരണം അല്ലെങ്കിൽ രാജി പോലെയുള്ള അപൂർവ ഘട്ടങ്ങളിലാണ് പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുക. വത്തിക്കാനിൽ ചേരുന്ന പ്രത്യേക കോൺക്ലേവാണ് സഭയുടെ അടുത്ത തലവനെ തിരഞ്ഞെടുക്കുക. പാരമ്പര്യമായി തുടരുന്ന നടപടിക്രമങ്ങൾ അതീവ രഹസ്യാത്മകമാണ്. എന്തായാലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി പട്ടികയിലുള്ളത് 10 കർദിനാൾമാരാണ്. 2013 ഫെബ്രുവരി 28 രാജിവെച്ച ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ പിൻഗാമിയായിട്ടാണ് പോപ്പ് ഫ്രാൻസിസ് പദവി ഏറ്റെടുത്തത്. ആഗോള ക്രൈസ്തവ സമൂഹത്തിന്റെ പരമാധികാരിയായി 2013 മാർച്ച് 13 ജോർജ് മാരിയോ ബെർഗോഗ്ലിയോ തിരഞ്ഞെടുക്കപ്പെട്ടത്. 1936 ഡിസംബർ 17 അർജന്റീനയിലെ ബ്യൂണസ് ഐറസിലാണ് പോപ്പിന്റെ ജനനം. ജനപ്രീതിയുടെ കാര്യത്തിൽ ഇതുവരെയുള്ള ഒരു പോപ്പിനും ലഭിക്കാത്ത പിന്തുണയാണ് അർജന്റീനിയ സ്വദേശിയായ പോപ്പ് ഫ്രാൻസിസിന് ലഭിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി നിരവധി കർദിനാൾമാരുടെ പേരുകൾ ഉയർന്നു കേൾക്കുമ്പോഴും കൂടുതൽ സാധ്യത 10 കർദിനാൾമാർക്കാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ശേഷം ആര് നയിക്കുമെന്ന ചോദ്യത്തിന് സാധ്യതാ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത് ഇതിന് താഴെ പറയുന്നവരാണ്. ഇറ്റലിയിൽ നിന്നുള്ള കർദിനാൾ പിയട്രോ പരോളിൻ അടുത്ത മാർപ്പാപ്പയാകാൻ സാധ്യതയുള്ളവരുടെ പട്ടികയിൽ ആദ്യ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. 2014 കർദിനാൾ പദവിയിലെത്തിയ 70-കാരനായ പിയട്രോ പരോളിൻ നൈജീരിയ, മെക്സിക്കോ, വെനസ്വേല എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇറ്റാലിയൻ, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ് ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന കർദിനാൾ നയതന്ത്ര കാര്യങ്ങൾ കേമനാണ്. 65-കാരനായ മർദിലാൽ ഫ്രിഡോലിൻ അംബോങ്കോ ബസുങ്ക മാർപ്പാപ്പ പദവിയിലെത്താൻ സാധ്യതയുള്ള മറ്റൊരു വൈദികനാണ്. എന്നാൽ ആധുനിക ചിന്താഗതികളെ എതിർക്കുകയും പരമ്പരാഗത മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ ആവശ്യകത പറയുകയും ചെയ്യുന്ന കർദിനാളാണ് കോങ്കോ സ്വദേശിയായ ഫ്രിഡോലോൻ അംബോങ്കോ. വില്യം ജേക്കബ്സ് ഡോക്ടർ കൂടിയായ കർദിനാൾ വില്യം ജേക്കബ്സ് നെതർലൻഡ് സ്വദേശിയാണ്. പുനർവിവാഹം, വിവാഹമോചനം തുടങ്ങിയ വിഷയങ്ങളിൽ ശക്തമായ യാഥാസ്ഥിക വീക്ഷണങ്ങൾ പേരുകേട്ടയാളാണ് 71-കാരനായ കർദിനാൾ. ബുഡാപെസ്റ്റിന്റെ ആർച്ച് ബിഷപ്പായി സേവനമനുഷ്ഠിക്കുന്ന കർദിനാൾ പീറ്റർ എർദോ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന സഭാ നേതാവാണ്. പരമ്പരാഗത കൂദാശകളുടെ പവിത്രതയെ നിലനിർത്തണമെന്ന് വാശി പിടിക്കുന്ന കർദിനാൾ കൂടിയാണ് 72-കാരനായ പീറ്റർ എർദോ. ലൂയിസ് ആന്റോണിയോ കോർഗിം ടാർഗിൽ പോപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ സഭയെ നയിക്കുന്ന ആദ്യത്തെ ചൈനീസ് ഫിലിപ്പിനോ വ്യക്തിയാകും. ലൂയിസ് ആന്റോണിയോ ഗോഗിക് ടാഗിൾ സഭയ്ക്കുള്ളിലെ പുരോഗമന ആശയങ്ങൾ എതിർക്കുകയും പരമ്പരാഗത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ആവശ്യകത പറയുകയും ചെയ്യുന്ന സഭാ നേതാവാണ്. ഫിലിപ്പീൻസിൽ നിന്നുള്ള 67-കാരനായ ലൂയിസ് ആന്റോണിയോ കോഗിം ടാർഗിൽ. അടുത്തത് കർദിനാൾ വിം ഐക്ക്. പുനർവിവാഹം, വിവാഹമോചനം തുടങ്ങിയ വിഷയങ്ങൾ യാഥാസ്ഥിക നിലപാട് സ്വീകരിക്കുന്ന കർദിനാൾ വിം ഐക്ക് നെതർലാൻഡ് സ്വദേശിയാണ്. പരമ്പരാഗത രീതികൾ മടക്കിക്കൊണ്ടു വരണമെന്ന നിലപാടാണ് ഈ 71-കാരനായ വിം ഐക്കിനുള്ളത്. അടുത്തതായി ഈ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് പീറ്റർ എർദോയാണ്. ആർച്ച് ബിഷപ്പായി സേവനമനുഷ്ഠിക്കുന്ന എർദോ പരമ്പരാഗത കൂദാശകളുടെ പവിത്രത നിലനിർത്തണമെന്ന് ആവശ്യപ്പെടുന്ന കർദിനാളാണ്. കർദിനാൾ റെയ്മണ്ട് ബർക്കർ. അമേരിക്കയിൽ നിന്നുള്ള ഇദ്ദേഹം ബർക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നയങ്ങളെ പരസ്യമായി തള്ളിപ്പറയുകയും വിമർശിക്കുകയും ചെയ്യുന്ന വൈദികനാണ്. പരമ്പരാഗത ചിന്തകൾക്കാണ് 76-കാരനായ റെയ്മണ്ട് ബർക്കർ മുൻതൂക്കം നൽകുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നയങ്ങളെ പിന്തുണയ്ക്കുന്ന കർദിനാളാണ് ഇറ്റലി സ്വദേശിയായ മാറ്റിയോ സുപ്പി എന്ന 69-കാരൻ. ഇറ്റാലിയൻ ബിഷപ്പ് കോൺഫറൻസിന്റെ പ്രസിഡന്റായ സുപ്പി ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന സഭാ നേതാവാണ്. പീറ്റർ ടക്സൺ 2022 മുതൽ പൊന്തിഫിക്കൽ അക്കാദമി ഓഫ് സയൻസിന്റെ ചാൻസലറായി സേവനമനുഷ്ഠിക്കുന്ന സഭാ നേതാവാണ് 76-കാരനായ പീറ്റർ ടക്സൺ. സാമൂഹ്യ വെല്ലുവിളികളെ നേരിടുന്നതിലും സഭാ നിലപാടുകൾക്കായി ശബ്ദമുയർത്തുകയും ചെയ്യുന്ന കർദിനാളാണ് പീറ്റർ ടക്സൺ. മാർക്ക് ഔവെല്ലറ്റ് വത്തിക്കാനിലെ ദൈവശാസ്ത്ര വൈദഗ്ധ്യത്തിനും അനുഭവ പരിചയത്തിനും പേരുകേട്ടയാളാണ്. കാനഡയിൽ നിന്നുള്ള മാർക്ക് ഔവെല്ലറ്റ് സഭാ നേതൃത്വത്തിൽ ഐക്യം ഉണ്ടാകണമെന്ന് വാദിക്കുന്ന കർദിനാൾ കൂടിയാണ് 80-കാരനായ മാർക്ക് ഔവെല്ലറ്റ്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.